ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പത്മം പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഇത്രയും സ്ഥിതിക്ക് ഇനി നമ്മൾ രണ്ടു കൂട്ടരും കൂടെ ഇങ്ങനെ പിണങ്ങി നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ എത്രയായ സ്ഥിതിക്ക്. ആ സമയം മുത്തശ്ശി പറയുന്നുണ്ട്, നിങ്ങളുടെ തറവാട്ടമ്പലത്തിൽ കൊണ്ടുപോയി വിക്രമിനും വേദനയും മാല ചാർത്തിയതും അതുപോലെ തന്നെ അവർ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചതൊക്കെ ഞങ്ങൾ അറിഞ്ഞു എന്ന് പറയാനേ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അങ്ങനെ കുറച്ച് പ്രഹസനങ്ങളൊക്കെ എൻ്റെ അമ്മ അവിടെ നടത്തി. പക്ഷേ എനിക്ക് വേദയോട് ഒരു വിരോധവും ഇല്ല. എങ്കിലും എൻ്റെ മകൻ അവളെ അർഹിക്കുന്നില്ല എന്ന് മാത്രമേ ഞാൻ ഇപ്പോഴും പറയുന്നുള്ളൂ. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, ഇത് മാത്രമല്ല വിക്രമിൻ്റെ മനസ്സും കൂടെ അറിയട്ടെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം കമലാമ്മ ദേഷ്യത്തോട് കൂടിയിട്ട് നന്ദിനി നോക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശീനോട് കമലാമ്മ പറയാണ്, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു എന്ന് പറയും. അപ്പോൾ പറയുന്നുണ്ട്, അത് ഞങ്ങൾക്ക് എന്തായാലും വേദയുടെയും വിക്രമിൻ്റെയും വിവാഹം രണ്ടാമത് നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്. എല്ലാവരും മുന്നിൽ വെച്ചിട്ട് അവർ രണ്ടുപേരും താലി കെട്ടുന്നത് ഞങ്ങൾക്ക് കാണാം. ആ മഞ്ഞച്ചരടിൽ നിന്ന് താലി മാറ്റി ഒരു സ്വർണ്ണമാലയിൽ കോർത്ത് എൻ്റെ മകളുടെ കഴുത്തിൽ ഇട്ട് നടക്കുന്നത് കാണണം എന്ന് മുത്തശ്ശി പറയുകയാണ്. അന്നേരം അച്ഛൻ ചോദിക്കും, ഇനി വിവാഹമോ അത് വേണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അവർ തമ്മിൽ ഇതുവരെ നല്ല രീതിയിൽ ഒരുമിച്ച് ജീവിച്ചൊന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവന് നിങ്ങളുടെ മകളെ നോക്കാനുള്ള പ്രാപ്തി ഉണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. ബാക്കിയൊക്കെ നിങ്ങൾ കമലോട് സംസാരിച്ച് തീർപ്പാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അപ്പോൾ കമല പറയും, നിങ്ങൾ കാര്യം പറയും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും നമുക്കിതൊന്ന് നടത്തണം, അത്രയും എനിക്കും ആഗ്രഹമുള്ളൂ എന്ന് പറയട്ടോ. അപ്പോൾ കമല പറയും, അതൊന്നും സാരമില്ല, അച്ഛനോട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാക്കിക്കൊള്ളാം, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ എന്ന് പറയട്ടോ. അപ്പോൾ മുത്തശ്ശി പറയും, അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ നടത്താം. പക്ഷേ അച്ഛൻ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വേദര അച്ഛനും ശ്രീകാന്തിനും അത് താല്പര്യപ്പെടുമെന്ന് ചോദിക്കുമ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, അത് സാറില്ല, അച്ഛൻ്റെ കാര്യം ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം, അച്ഛൻ സമ്മതിക്കും ഉറപ്പായിട്ടും, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തോ എന്ന് പറയട്ടോ. എന്നിട്ട് വേദന നോക്കിയിട്ട് പറയും, പ്രതീക്ഷിക്കാതെ ആണെങ്കിലും ഈ വീട്ടിൽ കയറി വന്ന മഹാലക്ഷ്മിയാണ് ഇത് എന്ന് പറയും. അപ്പോൾ മുത്തശ്ശിക്കും പത്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാവണേ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാതെ അത് തീരുമാനിച്ച പോലെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാ കാര്യങ്ങളും കൂടി തീരുമാനിക്കുകയാണ്. അപ്പോൾ നന്ദിനിക്കാണെന്നുണ്ടെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടാതെ നന്ദിനി അവിടെ നിന്ന് പോവുകയാണ്. പോയി ഇങ്ങോട്ട് ബാക്കിൽ ചെന്നിട്ട് വിക്രത്തിനെ വിളിക്കുകയാണ്. വിക്രമാണെന്നുണ്ടെങ്കിൽ ഫോൺ എടുത്തിട്ട് ഹലോ ആരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എടാ, നിന്നെ പൂട്ടാനുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. പൂട്ടാനോ? ഞാനതിന് പൂട്ടൊന്നും എടുത്തിട്ടില്ലല്ലോ. നിൻ്റെ ഒരു കാര്യം, പൂട്ടല്ലടാ, നിൻ്റെ കല്യാണം രണ്ടാമത് നടത്താൻ പോവുക. അയ്യോ ചേച്ചി, എടുത്തി, ഞാൻ റേഞ്ചിലല്ല, ഞാൻ എന്തായാലും വീട്ടിൽ വന്നിട്ട് സംസാരിക്കാം, എനിക്ക് റേഞ്ചില്ല എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യുകയാണേ. അവൻ്റെ ഒരു കാര്യം ഒന്ന് ഇളക്കി വിടാമെന്ന് വിചാരിച്ചാണ്, അപ്പോഴേക്കും അവന് റേഞ്ചും ഇല്ല എന്ന് പറഞ്ഞ് നന്ദിനി തിരികെ വരികയാണ് കേട്ടോ. അപ്പോൾ ശ്രീജ മോളുടെ മുടി കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ നന്ദിനി ചെറിയമ്മ മുടി കെട്ടിത്തരട്ടെ, വേണ്ട അമ്മ കെട്ടിത്തന്നാൽ മതി എന്ന് പറയട്ടോ. അല്ല, നന്ദിൻ്റെ മുഖത്ത് എന്തൊരു വിഷമം, അത്ര നല്ല കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇവിടെ നടക്കുന്നത്, സന്തോഷമുള്ള എന്ത് കാര്യം ഇവിടെ നടക്കുന്നത്, ഇവിടെ ഇപ്പോൾ സന്തോഷമില്ലാത്ത എന്ത് കാര്യം നടന്നിട്ടുള്ളത് എന്ന് പറയാണ്. ശ്രീജടത്തി കേട്ടതല്ലേ, ഇപ്പം തന്നെ നമ്മളെ കണ്ടിടാത്തവരാണ് ഇവിടെ. ഇനിയിപ്പോൾ വേദ ഇവിടുത്തെ മരുമകളായി വന്നിട്ടുണ്ടെങ്കിലേ നമ്മൾ ഉടനെ തന്നെ പുറത്താവും എന്ന് പറയാൻ ശ്രീജ പറയാണ്. പിന്നെ അങ്ങനെ ഒന്നുമില്ല, അതൊക്കെ നന്ദിനിയുടെ തോന്നലാണ്, നന്ദിനിക്ക് അസൂയയാണ് വേദയോട്, അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നു. അയ്യേ, എനിക്ക് അസൂയ, എനിക്കിങ്ങനെയാണ് അവളോട് അസൂയ. അതെ, ഇപ്പം തന്നെ അമ്മ സമയം കുറിക്കാൻ പോയിരിക്കുക കല്യാണത്തിന് സമയം കുറിക്കാൻ അതിന് പോയിരിക്കുക. അപ്പോൾ ദേഷ്യത്തോടുകൂടി നന്ദിനി അകത്തേക്ക് കയറിപ്പോവുകയും പിന്നീട് കാണിക്കുന്നത് കമലാമ്മയും വേദയും കൂടെ സംസാരിച്ചുകൊണ്ട് വരാൻ കേട്ടോ. മോൾക്ക് ഇത്ര വിശ്വാസമാണ് ഈ പൂജാരി ഉമാമഹേശ്വരി ക്ഷേത്രത്തിലെ തുളസിയിലിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ നടക്കും. ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ മുത്തശ്ശിയെ വിളിച്ചിട്ട് സമ്മതം പറയാമല്ലേ എന്ന് പറയും. അപ്പോൾ വേദ പറയുന്നുണ്ട്, അല്ല, നമ്മൾ സമ്മതിച്ചെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, വിക്രം കൂടെ സമ്മതിക്കണ്ടേ, അവൻ സമ്മതിക്കാതിരിക്കാൻ അങ്ങനെയല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയത്, അവൻ സമ്മതിക്കാതിരിക്കുകയൊന്നുമില്ല. സത്യത്തിൽ വിക്രത്തിൻ്റെ മോളോട് നല്ല സ്നേഹമുണ്ട്, പക്ഷെ അത് മറ്റുള്ളവരുടെ മുന്നിൽ സമ്മതിക്കാൻ അവന് മടിയാണെന്നേ ഉള്ളൂ. മോളെന്തായാലും മുത്തശ്ശിനെ വിളിക്കാൻ പറയുകയാണേ. അങ്ങനെ മുത്തശ്ശിനെ വിളിക്കുകയാണ് വേദ. അപ്പോൾ ഫോൺ എടുത്തിട്ട്, മുത്തശ്ശി ഞാനാണ്. മനസ്സിലായ മോളെ, എന്താ കാര്യം ചോദിക്കുമ്പോൾ ഞാൻ അമ്മരെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കാൻ കേട്ടോ. അതേ, ഈ ഇടവമാസത്തിൽ തന്നെ ചടങ്ങ് നടത്താമെന്ന് തിരുമേനി പറഞ്ഞു എന്ന് പറയുകയാണേ. അതെ, പിന്നെ കർക്കിടകത്തിന് മുമ്പായി നടത്തുകയും വേണം. പിന്നെ 21-ാം തീയതി നല്ലൊരു വിശേഷ ദിവസമുണ്ട്, അന്ന് തന്നെ നടത്താമെന്നാണ് തിരുമേനി പറയുന്നത്. അന്ന് നമുക്ക് നടത്തിയാലോ എന്ന് പറയാം കേട്ടോ. അതിനെന്താ, നമുക്ക് നടത്താം എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട്
വേദമോളാണ്. ഈ 21-ാം തീയതി ഡേറ്റ് ഉണ്ടെന്നാ പറഞ്ഞു. അയ്യോ ഇങ്ങനെ അടുത്തില്ലേ എന്ന് ചോദിക്കാൻ. അതൊന്നും സാരില്ല. അല്ല അമ്മേ, ശ്രീകാന്തിനോട് പോയി പണി നോക്കാൻ പറയും, അവൻ ഈ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് മുത്തശ്ശി പറയുകയാണേ. പിന്നീട് വേദയ്ക്കും അമ്മയ്ക്കും കൂടിയിട്ട് ഒരു ഓട്ടോ കിട്ടുകയാണ്. അപ്പോൾ അവരിങ്ങനെ ഓട്ടോയിൽ കയറി പോവുകയാണ്. അപ്പോൾ ഓട്ടോക്കാരൻ പറയും, 1 മിനിറ്റ് ഇട്ട ചേച്ചി എന്ന് പറഞ്ഞിട്ട് അയാൾ എനിക്ക് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ വിശ്വനാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ സൈക്കിൾ ഔട്ടി ലോട്ടറി വിറ്റ് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ലോട്ടറി വിൽക്കുന്നത് കമലാമ്മയും വേദയും കാണാം. അപ്പോൾ കമലാമ്മ അങ്ങനെ വിളിക്കാൻ നിൽക്കുകയാണ്. വിശ്വ എന്ന് വിളിക്കുമ്പോഴേക്കും വേദ പറയും, വേണ്ട അമ്മേ, വിളിക്കേണ്ട, മറ്റുള്ളവരെ മുന്നിൽ കാണാനായിട്ട് ചിലപ്പോൾ മടിയുണ്ടാവും, മറ്റുള്ളവർ കാണുമ്പോൾ ചിലപ്പോൾ നാണക്കേടാവും, അതുകൊണ്ട് വേണ്ട എന്ന് പറയുകയാണ്. വീട്ടിലെത്തിയ ശേഷം വിശ്വൻ തിരികെ വരികയാണ് കേട്ടോ. വിശ്വൻ തിരികെ വന്നിട്ട് മോളും ശ്രീജയും അതുപോലെ തന്നെ വേദയും കൂടിയിട്ട് കണ്ണൊക്കെ കെട്ടി കളിക്കുകയാണ്. കുറച്ച് നേരം വിശ്വനകത്ത് നോക്കി നിൽക്കുന്നുണ്ട്. അതിന് ശേഷം വിശ്വൻ വരുമ്പോൾ അച്ഛൻ വന്നോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അച്ഛൻ എന്ന് വെച്ചാൽ വിശ്വൻ ഒരു പൊതി എടുത്തിട്ട് മോളുടെ കൈ കൊടുക്കുകയാണ്. ഇത് മോൾക്കുള്ളതാണ്, ചോക്ലേറ്റ് ആണോ, ഇതിന് നല്ല ഭാരമുണ്ടല്ലോ, ചോക്ലേറ്റ് ഉണ്ട്, റസ്ക് ഉണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്, എല്ലാതുണ്ട്, മോള് കൊണ്ടുപോക്കോ എന്ന് പറയട്ടെ. അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോകും കൊച്ച്. അപ്പോഴേക്കും ശ്രീജ ചോദിക്കും, ഇതെവിടെ നിന്ന് മേടിച്ചതാ, ആരെങ്കിലും കടം മേടിച്ചാണോ അല്ലെങ്കിൽ പലിശയ്ക്ക് എടുത്തതാണോ എന്ന് പറയട്ടോ. അപ്പോൾ വിഷയം ഒന്ന് ചിരിച്ചുകൊണ്ട് മിണ്ടാതെ നിൽക്കൂട്ടോ. അത് വേദ പറയും, ഇത് വിഷയേട്ട പണിയെടുത്തുണ്ടാക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ വിഷയേട്ട? അതെ, അങ്ങനെ പറഞ്ഞു കൊടുക്കും വേദേ എന്ന് പറയാൻ കേട്ടോ. എന്തായാലും ഞാനൊന്ന് കുളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിശ്വൻ അവിടെ നിന്ന് പോകും. അപ്പോൾ ശ്രീജയ്ക്ക് വിശ്വാസം വരുന്നില്ല. ശ്രീജ ചോദിക്കും വേദയോട്, മോളെ വേദേ, നീ എന്താ അങ്ങനെ പറഞ്ഞത്, വിശ്വേട്ടൻ പണിയെടുത്തുണ്ടാക്കിയതാണെന്നോ എന്ന് പറയണ്ട. അന്നേരം വേദ നടന്ന സംഭവങ്ങൾ പറയാൻ കേട്ടോ. വിശ്വ ലോട്ടറി വിറ്റിട്ടാണ് ഇതുണ്ടാക്കിയെന്ന് പറയും, ഈ പൈസ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ശ്രീജയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. സത്യമാണോ മോളെ നീ പറയുന്നത് എന്ന് പറയും. അതെ, എന്തായാലും ചില തീരുമാനങ്ങൾ സ്വയം എടുക്കാൻ ചിലർക്ക് തോന്നും, അങ്ങനെയായിരിക്കും ഇത് എന്ന് പറയും. പിന്നീട് കാണിക്കുന്നത് വിനായകൻ ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നന്ദിനി വരികയാണ്. നിങ്ങളിങ്ങനെ ഭൂമി കച്ചവടം ചെയ്ത് നടന്നോ, പിന്നെ എനിക്ക് ഭൂമി കച്ചവടം ചെയ്യട്ടെ, അതെ ഇവിടെ കല്യാണം നടക്കാൻ പോവുക എന്ന് പറയും. കല്യാണമോ? ആരുടെ കല്യാണം? വിക്രമിൻ്റെ വേദന. അതൊരു തവണ നടന്നല്ലേ, ഇനിയിപ്പോൾ എല്ലാവരും മുന്നിൽ വെച്ചിട്ട് അവർ താലി കെട്ടുന്നതേ അവരെ വീട്ടുകാർക്ക് കാണണം. മാത്രമല്ല 2 വീട്ടുകാരും തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ പറഞ്ഞേ ഒന്നാവാൻ പോകുകയാണ്. ആണോ അപ്പോൾ നന്ദിനി പറയും, അതെ ഇതിൻ്റെ കല്യാണ ചിലവൊക്കെ ആര് നടത്തും, എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്കിത് അമ്മനോട് ചോദിക്കാം. ഞാൻ ചോദിക്കണോ നന്ദിനി? വായോ, ഈ ചിലവൊക്കെ ആര് നടത്തുന്നുള്ളത് അമ്മനോട് ചോദിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് നന്ദിനി വിനായകനെയും കൊണ്ട് അകത്തേക്ക് ചെല്ലാണ്. അപ്പോൾ മോൾക്ക് വിശ്വം കൊണ്ടുവന്ന സ്വീറ്റ്സും സ്നാക്സും ഒക്കെ എടുത്ത് കൊടുക്കുകയാണ്. നന്ദിനി, നിനക്ക് ചോക്ലേറ്റ് വേണോ? എനിക്കൊന്നും വേണ്ട എന്ന് പറയും. അതെന്താ നന്ദിനി, ചെറിയമ്മയ്ക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ലേ എന്ന് കൊച്ചു ചോദിക്കുമ്പോൾ വേദയ്ക്ക് കാര്യം മനസ്സിലാവട്ടെ, എന്തോ ദേഷ്യ കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതെന്ന്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതെ നന്ദിനി ചെറിയമ്മ എന്തോ ഒരു ചൂടുള്ള കാര്യം പറയാൻ വന്നിരിക്കുക, അപ്പോൾ മതളതൊന്ന് അലിഞ്ഞു പോകും എന്ന് പറയട്ടോ. അപ്പോൾ അതെ, ഞാൻ ചൂടുള്ള കാര്യം തന്നെ പറയാൻ വന്നിരിക്കുക, കൊച്ചിന് മനസ്സിൽ ഒരു വിഷം കുത്തി വെച്ചിരിക്കുകയാണ്, അതിനെ പറ്റി കുശുമ്പ് പറഞ്ഞു കൊടുത്തിരിക്കുകയാണെന്നൊക്കെ പറയട്ടോ. ഇവിടെ ഇപ്പോൾ 2ാം വിവാഹം നടത്താൻ പോവല്ലേ. അപ്പോഴേക്കും കമലമ്മ പറയും, 2ാം വിവാഹമോ? ആര് 2ാം വിവാഹം നടത്താൻ പോകുന്നതാണ് നന്ദിനി നീ പറയുന്നത്? വിക്രം ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട്, അത് നിനക്കറിയില്ല? അയ്യോ അമ്മ, ഞാൻ അങ്ങനെ ഒരർത്ഥം വിചാരിച്ചിട്ട് പറഞ്ഞതല്ല, ആദ്യത്തെ വിവാഹം കഴിഞ്ഞല്ലോ, അപ്പം ഇനി വിവാഹം നടത്താൻ പോകുന്നതാണ് പറഞ്ഞത് എന്ന് നന്ദിനി പറയും കേട്ടോ. ഇതെല്ലാതും കൂടെ നിങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനിച്ചിരിക്കുകയാണോ എന്ന് അമ്മ ചോദിക്കാൻ കേട്ടോ. ഏകപക്ഷീയമായിട്ടാണോ അമ്മ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? അച്ഛൻ്റെ കാര്യമായിരുന്നു നിങ്ങൾ ആരും വിഷമിക്കേണ്ട, അച്ഛൻ സമ്മതിക്കും. അപ്പം നന്ദിനി പറയും, അമ്മ പറഞ്ഞ് കാല് പിടിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ സമ്മതിക്കും, ഇത്ര കാലം ഒരുമിച്ച് ജീവിച്ചതല്ലേ, അതുകൊണ്ട്. പക്ഷേ അതുപോലെയാണ് വിക്രം ഇതിന് സമ്മതിക്കുന്നത് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കേ. അവനല്ലേ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത്, അപ്പോൾ അവനെങ്ങനെ സമ്മതിക്കാതിരിക്കുക എന്ന് പറയുന്നത് കേട്ടുകൊണ്ട് വിക്രം വരികയാണ് കേട്ടോ. വിക്രം വരുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്